ഗൾഫിൽ കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ മോചനം. സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയാണ് മോചനത്തിനിടയാക്കിയത്. രാമക്കൽമേട് പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവുത്തറാണ് കുവൈത്തിലെ വീട്ടുതടങ്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. 4 മാസം മുൻപാണ് ജാസ്മിൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത്. ജോലിക്ക് നിന്ന വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജോലിയിൽ നിന്ന് മാറണമെന്ന് പലതവണ അപേക്ഷിച്ചിട്ടും ജാസ്മിനെ ഏജൻസിക്കാർ കൈയൊഴിഞ്ഞു. പിന്നീട് നിർബന്ധം പിടിച്ചതോടെ ജാസ്മിൻ ഏജൻസിയുടെ തടവിലായി. പിന്നീട് ആഹാരവും വെള്ളവുമില്ലാതെ 27 ദിവസം നേരിട്ടത് അതിക്രൂര പീഡനം. ഇവിടെ ഇരിപ്പുണ്ട്, അരി എടുത്ത് വെച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ കഞ്ഞി മാത്രം വെച്ച് കറിക്കുള്ള ഒരു സാധനങ്ങൾ അവിടെ കൊണ്ടുതരുന്നില്ല. അപ്പൊ ഈ ഏജൻസിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അവിടെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കൈ കൊണ്ടു തന്നാലല്ലേ എനിക്കത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാധനങ്ങളും അവിടെ കിട്ടിയിട്ടില്ല, വെച്ചിട്ടുമില്ല. എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ കഴിച്ച സാധനത്തിന്റെ ഇതെല്ലാം എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഫോട്ടോയൊക്കെ കിടപ്പുണ്ട്. കഴിഞ്ഞ മാസം 15-ന് നാട്ടിലുള്ള സുഹൃത്തായ ലിസയോട് ജാസ്മിൻ ഫോണിലൂടെ ദുരിതം വിവരിച്ചു. ജാസ്മിനെ തിരികെ എത്തിക്കാൻ ലിസ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടത്. സാറുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ സാർ എന്നോട് പറഞ്ഞു പരാതിയായിട്ടുള്ളത് PDF ആക്കി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ PDF ആക്കി അയച്ചു കൊടുത്തു. ആ PDF ആക്കി അയച്ചു കൊടുത്തത് സുരേഷ് ഗോപി സാറിന് കൊടുത്തു. സാറ് ഇതിനകത്ത് ഇന്ത്യൻ അംബാസിഡർക്ക് കൈമാറി എത്രയും പെട്ടെന്ന് ജയിച്ചിയെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും രീതിയിൽ സാറ് സുരേഷ് ഗോപി സാർ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ 27 ദിവസം ചേച്ചി അവിടെ നിന്നിട്ടുണ്ട്. 27 ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന ആൾക്കാരുമുണ്ട്. അത് കഴിഞ്ഞ് മാസങ്ങളോളം എംബസി കിടക്കുന്നവരുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിയെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് സാറ് ശ്രമിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ സുരേഷ് സാറും ബിജു സാറും എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ ചേച്ചിയെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, എന്താ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ശരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ ഞാൻ എന്നാ ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് പറ്റത്തില്ലാത്ത അവസ്ഥയല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്നു, എന്നാലും പറ്റുന്നില്ല. ശ്വാസമുട്ടൽ വരുന്നു, എനിക്ക് പറ്റുന്നില്ല. ഒരു തരത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ്. സാർ എന്നെ വിളിച്ചിട്ട് അവിടുന്ന് സുരേഷ് സാർ സുധീർ എന്ന് പറഞ്ഞ എംബസിയിലെ സാറ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. സുരേഷ് ഗോപി സാർ വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. തട്ടിപ്പിനിരയായി നിരവധി പേർ വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് ജാസ്മിനും കുടുംബവും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.